അങ്ങനെ പെരുന്നാൾ മൈലാഞ്ചി ഇടൽ ഈ ഉച്ചയോട് കൂടി തന്നെ കഴിഞ്ഞു എന്നുള്ളൊരു ആശ്വാസത്തിലിരിക്കുകയാണ്. ഇവർക്ക് കൈൻ്റെ പുറത്ത് മാത്രം മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നേരെ ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് ഒരു കൈൻ്റെ പുറത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം കൈൻ്റെ പുറത്ത് മാത്രം അവർക്ക് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ പറയുന്നത് കൈൻ്റെ ഉള്ളിലൊരു ഡിസൈൻ കാണിച്ചാൽ അത് ഇട്ടരോ. അത് വരുന്ന അടുത്ത പണി. രാത്രി ഒന്ന് ഫ്രീ ആയിരിക്കാന്ന് വിചാരിച്ചപ്പോൾ അതിനും പറ്റൂലല്ലോ വിചാരിച്ച് അങ്ങനെ ഉച്ച നേരത്താണ് അവൾക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി രാത്രിക്കൊക്കെ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നലെ ഇട്ട മൈലാഞ്ചി ചോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാകെ ഒരു വിരലുമൊക്കെ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി ഗ്രാൻഡ് ആക്കാം, എല്ലാ വിരലുമൊക്കും അതിന് മാച്ചായ ഒരു ചെറിയ ഡിസൈനും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഭംഗിയായി കിട്ടിയിട്ടോ. ഫില്ലിംഗ് ഉള്ള ഡിസൈൻ അവർ ഉള്ളം കയ്യിൽ ഇട്ടുതരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ബോർഡർ ഞാൻ വരച്ചോളാം, ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾ ചെയ്തോളി പറഞ്ഞു. അങ്ങനെ ബോർഡർ വരച്ചെടുത്ത് പിന്നെ കസിൻ്റെ വൈഫാണ് ഓൾക്ക് ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തത്, ഒരാൾക്ക് കിട്ടോ. പിന്നെ ഓലെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഓരും കൂടി ഹെൽപ്പ് ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ രാത്രി ഞാൻ വീണ്ടും ബിസിയായി. പെരുന്നാൾക്ക് ഈ മൈലാഞ്ചിയൊക്കെ അങ്ങനെ ചുവന്ന് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ. അതുപോലെ തന്നെ അത് ചുവന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടവും തോന്നും. കാരണം നമ്മുടെ അത്ര നേരത്തെ കഷ്ടപ്പാടാണ് ഒന്നും അല്ലാതായി പോണത്. കസിൻ്റെ കൈൻ്റെ പുറത്തിട്ടത് ഒന്ന് തീരെ ചോന്നിയില്ല, ഒന്ന് കുറച്ചൊക്കെ ചോന്നില്ല, എന്നാലും ചോന്നിയില്ല. ഇതിലും വലിയ സങ്കടം വേറെ ഉണ്ടാ.